നമസ്കാരം. ഓട്ടോ ലോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിഥുൻ. നിങ്ങൾ യിൽ ഒരു യൂസ്ഡ് കാർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർവീസ് നിങ്ങൾക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. യിൽ എവിടെ നിന്നുള്ള ഏതൊരു കാർ നിങ്ങൾക്ക് സെലക്ട് ചെയ്താലും നമുക്ക് ആ സെല്ലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തതിന് ശേഷം ബാങ്ക് ത്രൂ ലോൺ ആക്കി തരുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതും 0 ഡൗൺ പേയ്മെൻറ്റ് തന്നെ. അപ്പോൾ നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സിന് പൊതുവായ കുറേ ഡൗട്ടുകളുണ്ട്. അതായത് എത്ര ലോൺ എമൗണ്ട് വരെ നമുക്ക് കിട്ടും, എത്രയായിരിക്കും എൻ്റെ EMI, എത്ര വർഷത്തേക്ക് ലോൺ കിട്ടും, ഏതൊക്കെ മോഡൽ തുടങ്ങിയുള്ള വണ്ടികൾക്ക് എടുക്കാൻ സാധിക്കും, ഇന്ന സ്പെസിഫിക്കേഷൻ ഉള്ള വണ്ടികൾക്ക് എടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. അതിനായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഇനീഷ്യലി അയച്ചു തരാം. ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ്, 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ID കോപ്പീസ്, അതായത് പാസ്പോർട്ട്, വിസ, എമിറേറ്റ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്ര ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവിന് വിളിച്ചതിന് ശേഷം ആദ്യമേ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരിക. അതിനുശേഷം നമ്മുടെ കമ്പനി ഇന്റേണൽ ക്രെഡിറ്റ് ടീമിന് കൊടുത്തിട്ട് നമ്മുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. നിങ്ങളുടെ എലിജിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. എലിജിബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ കണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ബാങ്ക് ത്രൂ ലോൺ അറേഞ്ച്മെൻറ്റ് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഒരു കാറ് സെലക്ട് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ എലിജിബിലിറ്റി ഉറപ്പുവരുത്തുക. അങ്ങനെ പറയാൻ കാരണം ഇതിന് മുന്നേ ഉണ്ടായ 1-2 അനുഭവങ്ങൾ കാരണം കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഉണ്ടായ ഒരു സംഭവം വെച്ചാൽ ഒരു കസ്റ്റമർ ആദ്യമേ തന്നെ പോയി ഒരു കാറ് കണ്ട് സെലക്ട് ചെയ്ത് അവിടെ ഒരു അഡ്വാൻസ് കൊടുത്തതിന് ശേഷമാണ് നമ്മളെ അപ്രോച്ച് ചെയ്ത് ലോണിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തത്. അങ്ങനെ അവരുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇനീഷ്യൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റാതെ വരികയും ആ കൊടുത്ത അഡ്വാൻസ് തിരിച്ച് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് അയച്ചെന്ന് നിങ്ങളുടെ എലിജിബിലിറ്റി ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്കൊരു കാർ കണ്ട് സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് www.uaeautoloans.com. താങ്ക് യു.